കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങി മധ്യപ്രദേശ് പോലീസ്. സംഭവത്തിൽ കേരള പോലീസിൽ നിന്ന് വിവരങ്ങൾ തേടും. വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും ശേഖരിക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതിലും തീരുമാനമുണ്ടായേക്കും. പെൺകുട്ടിയുടെ പങ്കാളിയുടെ അറസ്റ്റ് തടഞ്ഞത് ഹൈക്കോടതി മെയ് 20 വരെ നീട്ടിയിരുന്നു. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് മധ്യപ്രദേശ് പോലീസ് പങ്കാളിക്കെതിരെ പോക്സോ കേസെടുത്തത്. അതേസമയം വിവാഹത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് ദേശീയ വനിതാ കമ്മീഷൻ ഉപദേശക സമിതി അംഗം ജി അഞ്ജനാദേവി പരാതി നൽകിയിരുന്നു. എ റഹീം, വി ശിവൻകുട്ടി, എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരെ പ്രതി ചേർക്കണമെന്നതായിരുന്നു ആവശ്യം. കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീ നയനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. വിവാഹത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചുമെന്നാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ. കുംഭമേളയിലൂടെ വൈറലായ താരത്തിന്റെ വിവാഹത്തിന് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് മധ്യപ്രദേശ് പോലീസ്. സംഭവത്തിൽ കേരള പോലീസിൽ നിന്നടക്കം വിവരങ്ങൾ തേടാനാണ് മധ്യപ്രദേശ് പോലീസിന്റെ നീക്കമെന്ന് പറയുന്നത്. വിവാഹ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും ശേഖരിക്കും. കൂടുതൽ വകുപ്പുകൾ ചുമത്താനും ഒരു സാധ്യതയുണ്ട്. പെൺകുട്ടിയുടെ പങ്കാളിയുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി മെയ് 20 വരെ നീട്ടിയത്. വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് മധ്യപ്രദേശ് പോലീസ് ഈ ഒരു പെൺകുട്ടിയുടെ പങ്കാളിക്കെതിരെ പോക്സോ കേസടക്കം ചുമത്തി. ഈ ഒരു വിവാഹത്തിന് പിന്നിലെ ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്ക് ദേശീയ വനിതാ കമ്മീഷന്റെ ഉപദേശക സമിതി അംഗമായ ജി അഞ്ജനാദേവി പരാതി നൽകിയിരുന്നു. എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും വി ശിവൻകുട്ടി, എ റഹീം എന്നിവരെ പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പരാതി നൽകിയത്. കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. വിവാഹത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് അടക്കം നിർമ്മിച്ചു എന്നതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ കണ്ടെത്തൽ.